വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. ആന ഇരുമ്പുപാലം ഭാഗത്തേക്ക് നീങ്ങി. ദൗത്യസംഘം ആനയ്ക്കരികിലേക്ക് എത്തി നിൽക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സർക്കാർ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ കർഷക സംഘടനകളുടെ മനസാക്ഷി ഹർത്താൽ തുടരുകയാണ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് CV ഷിബു ചേരുന്നു. ഷിബു, എങ്ങനെയാണ് ഇപ്പോൾ ഈ ബേലൂർ മഖ്ന ദൗത്യം പുരോഗമിക്കുന്നത്? ദൗത്യസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നീങ്ങുന്നു? അവർ ആനയ്ക്കരികിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടോ? തീർച്ചയായും ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൗത്യസംഘം തീവ്രമായ ഒരു ശ്രമത്തിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ 8 മണിയോടുകൂടി തന്നെ സംഘാംഗങ്ങൾ എല്ലാം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആനയുള്ള ഇരുമ്പു പാലത്തിന്റെ വലയം ചെയ്തുള്ള ഒരു ദൗത്യമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രദേശത്തിന് കുറച്ചടുത്തായതാണ്. അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായാണ് ഇന്ന് ആനയുള്ളത്. അതായത് മണ്ണുണ്ടി പ്രദേശം, ചേലൂർ, മണ്ണുണ്ടി, ഇരുമ്പുപാലം ഈ പ്രദേശങ്ങൾ ചുറ്റിപ്പറ്റി തന്നെയാണ് ആനയുള്ളത്. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇന്ന് ആനയുള്ള സ്ഥലം ഏകദേശം മയക്കുവെടി വെക്കാൻ പറ്റിയ സാഹചര്യവും മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ ആനയെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയും അതിന് ശേഷം കുങ്കി ആനകളെ ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് ഇന്നലെ രാത്രി ആന ഉണ്ടായിരുന്നതെന്നാണ് പ്രദേശവാസികളും നിരീക്ഷണത്തിലുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അതായത് ഇന്നലെ നിരീക്ഷണത്തിൽ ഏകദേശം 85ഓളം ഉദ്യോഗസ്ഥർ, വനപാലകർ ഉണ്ടായിരുന്നു. അവർ 13 സംഘങ്ങളായി തിരിഞ്ഞാണ് ആനയെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നത്. എല്ലാവിധ സന്നാഹങ്ങളുമായുള്ള ഒരു തിരച്ചിൽ, നിരീക്ഷണം, അതിനുശേഷം ദൗത്യം. ഈ ദൗത്യത്തിന്റെ 2ാം ഘട്ടമായി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ, വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെക്കുക. ഇതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ എല്ലാവരും തയ്യാറെടുത്ത് 6 മണി മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. 8 മണിയോടുകൂടി തന്നെ ആനയുള്ള സ്ഥലത്തിന് ചുറ്റും വലയം തീർത്ത് ഇവർ ഇപ്പോൾ ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു സമയത്ത് ആനയ്ക്ക് തൊട്ടരികിലെത്തി മയക്കുവെടി വെക്കാനുള്ള സാഹചര്യമൊക്കെ ഒത്തുവന്നിരുന്നു. പിന്നീട് അത് കാട്ടിലേക്ക് മറയുകയും പിന്നെ ചതുപ്പിലേക്ക് മാറുകയും ചെയ്തതിനാലാണ് ഇന്നലെ ദൗത്യം വിജയിക്കാതായി പോയത്. മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് നിർദ്ദേശം നൽകി. CCF തന്നെ ഓരോ മണിക്കൂറിലും കാര്യങ്ങൾ വിലയിരുത്തി. ഉന്നത വനപാലക സംഘങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ നോർത്ത് കേരള CCF KS ധീരയാണ് ദൗത്യത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. നിരവധി ദൗത്യങ്ങൾക്ക് പങ്കാളിയാവുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത സൗത്ത് വയനാട് DFO ഷജിന കരീമുണ്ട്. അതുപോലെ തന്നെ മയക്കുവെടി വെക്കുക, വന്യമൃഗങ്ങളെ പിടികൂടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രവൃത്തി പരിചയമുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസും ഈ ദൗത്യ സംഘത്തിലുണ്ട്. അതുകൊണ്ട് ഇത്രയും പ്രാവീണ്യമുള്ളവരും വൈദഗ്ധ്യമുള്ളവരും ഉള്ളതിനാൽ തന്നെ ഇന്ന് എന്തായാലും ദൗത്യം വിജയിക്കും. സാഹചര്യം ഒത്തുകിട്ടിയാൽ പിന്നെ അത് പാഴാക്കില്ല, ഒരു പഴുതുപോലും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ദൗത്യ സംഘാംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷിബു, ഈ ആന ഇടയ്ക്കിടെ സ്ഥാനം മാറുന്നതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഇരുമ്പുപാലം ഭാഗത്തുള്ള ബേലൂർ മഖ്ന അവിടെ തന്നെ സ്ഥിരമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? അവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറാനുള്ളൊരു സാധ്യത ദൗത്യസംഘം കാണുന്നുണ്ടോ? ഈ പ്രദേശം മയക്കുവെടി വെക്കുന്നതിന് ഒരു അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണോ? സ്ഥലം അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. കാരണം വാഹന സൗകര്യം, വഴി സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം അടിക്കാടുകളുള്ള ഒരു പ്രദേശമാണിത്. അതായത് ഈ തിരുനെല്ലി വനമേഖലയിൽ തന്നെ ഏറ്റവും അടിക്കാടുകൾ ഉള്ള അതായത് ആനയുടെ ഉയരത്തിൽ തന്നെ കാടുകൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. അതാണ് ഇതിന് പ്രശ്നമായി നിൽക്കുന്നത്. കുറച്ച് അടിക്കാടുകൾ ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക് ആന മാറിയാൽ മാത്രമാണ് മയക്കുവെടി വെക്കാൻ പറ്റുക. പിന്നീട് ഈ ബേലൂർ മഖ്നയുടെ ഒരു സ്വഭാവം വെച്ച് ഇത് ഒരു സ്ഥലത്ത് അങ്ങനെ കൃത്യമായി നിൽക്കില്ല. ആനകളൊക്കെ കുറെ സമയങ്ങളൊക്കെ മണ്ണ് വാരി ശരീരത്തിലിട്ടും ഒക്കെയായി നിലയുറപ്പിക്കും. പക്ഷെ ബേലൂർ മഖ്നയുടെ കാര്യം, ഇത് ഒരു മണിക്കൂറിൽ ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ചില സമയങ്ങളിൽ സഞ്ചരിക്കും. അങ്ങനെ സ്ഥാനം മാറി സഞ്ചരിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ അതിവേഗം സഞ്ചരിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രശ്നമായത്. ആദ്യഘട്ടങ്ങളിൽ പ്രശ്നമായത് അതിവേഗം സഞ്ചരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നിരീക്ഷണ ക്യാമറകളുടെയും റേഡിയോ കോളറിന്റെയും ഒക്കെ സിഗ്നൽ അനുസരിച്ച് 800 മീറ്റർ 1 കിലോമീറ്ററിനുള്ളിലായി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ദൗത്യത്തിന് ഒരു വിനയായിട്ടുള്ളത്. പിന്നെ ഈ അടിക്കാടുകളുടെ പ്രശ്നം, പിന്നെ ചതുപ്പിലേക്ക് മാറുന്നത്. ഷിബു, തണ്ണീർക്കൊമ്പന്റെ ഒരു മുൻ അനുഭവം ദൗത്യ സംഘത്തിന് മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്? ഈ ആനയെ മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? കൃത്യമായും ആക്ഷൻ പ്ലാൻ ഉണ്ട്, സ്ഥലത്തിന്റെ മാപ്പ് ഉണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ എല്ലാ സംവിധാനങ്ങളും അതായത് തണ്ണീർക്കൊമ്പിനേക്കാൾ ഇതിനുള്ള അനുയോജ്യമായ ഒരു സാഹചര്യം കൂടി
തണ്ണീർക്കൊമ്പനെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലേ ലഭിച്ചിരുന്നില്ല. അതേസമയം ഈ വേലൂർ മകനയുടെ കാര്യത്തിലാണെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ടാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ 2-3 മണിക്കൂർ താമസം എടുക്കുന്നുണ്ടെങ്കിൽ പോലും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രണ്ടാമത്തെ കാര്യം, തണ്ണീർക്കൊമ്പൻ ആളുകളുടെ കൺമുമ്പിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത് കണ്ണിൽ നിന്നും മറയുന്ന ഒരു പ്രശ്നം ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ട്. അത് കാഴ്ച മറയുന്ന, നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയുന്ന ഒരു പ്രശ്നം, അതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ അന്ന് തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു വിഷയം, പിടികൂടിയതിന് ശേഷം ശരീരം തണുപ്പിക്കാൻ കുറെ പെടാപ്പാട് പെടേണ്ടി വന്നു, അവർക്ക് സാഹസപ്പെടേണ്ടി വന്നു. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ചു ഈ എലഫന്റ് ആംബുലൻസിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമകരമായ ജോലി ചെയ്യേണ്ടി വന്നു. JCB ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റേണ്ടി വന്നു. പിന്നെ വാഴത്തോട്ടം, ചതുപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. ഇവിടെ കൃഷിയിടങ്ങളൊന്നുമില്ല, വനമേഖല തന്നെ ആയതുകൊണ്ടാൽ തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊണ്ടുവരാൻ എളുപ്പമുണ്ട്, വാഹന സൗകര്യമുണ്ട്. ആ കാര്യങ്ങളിൽ ഇതിന് കുറച്ചുകൂടി തണ്ണീർക്കൊമ്പനേക്കാൾ എളുപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ തണ്ണീർക്കൊമ്പന് അന്ന് വിവാദം വന്നതും പാളിച്ച പറ്റിയതും എന്ന് പറയുന്നത് ഈ ശരീരം തണുപ്പിച്ച ശേഷം ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോയി ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. അതിന് പകരമായി ഇവിടെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനും അവിടെ റെസ്ക്യൂ സെന്ററിൽ പാർപ്പിക്കാനുമുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അതിനിടെ ഇന്നലെ ഒരു പ്രാദേശികമായ ഒരു ചെറിയ റിപ്പോർട്ട് അവിടെ നിന്ന് വന്നത്, ഈ ആനയെ അവിടെ കൊണ്ടുപോയാൽ പരിചരിക്കുന്നതിനുള്ള കൊട്ടിൽ തയ്യാറായിരുന്നില്ല, അതിപ്പോൾ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനു കൂടിയുള്ള ഒരു കാലതാമസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷെ വനം വകുപ്പ് അധികൃതർ നിഷേധിക്കുകയും അവർ പറയുന്നത് മയക്കുവെടി വെക്കാൻ അനുകൂലമായ സാഹചര്യം കിട്ടാത്തത് മാത്രമാണ് തടസ്സമായത് എന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ പലരും പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്നുമുണ്ട്. ഷിബു, ഒരു കാര്യം കൂടി, അവിടെ ഈ കർഷക സംഘടനകൾ ഒരു മനസാക്ഷി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണല്ലോ. ആ ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ പ്രതികരണം? ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു മാതൃകാപരമായ ഒരു ഹർത്താലായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വെച്ച്. അതായത് ഹർത്താൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് ബന്ദ് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം വാഹനങ്ങൾ തടയുക, കടയടപ്പിക്കുക, ജോലി തടസ്സപ്പെടുത്തുക, ആശുപത്രിയിലേക്ക് പോകുന്നവരെയും ആംബുലൻസും തടയുക, ഇതൊക്കെ ആയിരുന്നല്ലോ ഒരു കീഴ്വഴക്കം മലയാളിക്ക് മനസ്സിലായിരുന്ന ഹർത്താൽ എന്ന് പറയുന്നത്. പക്ഷേ വയനാട്ടിൽ ഇന്ന് നടക്കുന്ന ഈ അജീഷ് കൊല്ലപ്പെട്ടതിന് ശേഷം ജനങ്ങൾക്കുണ്ടായ പ്രതിഷേധം, പിന്നെ വർഷങ്ങളായി ഒരു ജനത അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം പ്രശ്നത്തിന് ഒരു പരിഹാരം ആവശ്യപ്പെട്ട് അവർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തി. പ്രത്യേകിച്ച് വയനാട് എന്ന് പറയുന്ന ഒരു സമാധാനപരമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ തീവ്ര പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട്, അത് ശരി തന്നെയാണ്. എന്നാൽ ജനങ്ങൾ പൊതുവെ സമാധാനപരമായി ചിന്തിക്കുന്നവരും അങ്ങനെ പ്രവർത്തിക്കുന്നവരും അങ്ങനെ പ്രക്ഷോഭം നടത്തുന്നവരുമാണ്. കഴിഞ്ഞ ദിവസം പോലും അവർ ഒറ്റ കൈക്കാണ് മൃതദേഹം പുറത്തെടുത്തു കൊണ്ടുവന്ന് അവരുടെ ഒരു സഹോദരന്റെ ബോഡി നിരത്തിൽ കിടത്തി പ്രതിഷേധിക്കേണ്ടി വന്നത്. അതിന് നൽകിയ ഉറപ്പുകളൊക്കെ കുറെ പാലിക്കപ്പെട്ടു. ഇന്നലെ ചെക്കൊക്കെ കൊടുത്തു, ശരിയാണ്. പക്ഷെ അതിന്റെ കൂടി ശാശ്വതമായ പരിഹാരം കൂടി ആവശ്യപ്പെട്ട് ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനകൾ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ മനസാക്ഷിക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഹർത്താലിനെ പിന്തുണയ്ക്കുക എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്ക് തന്നെ ആളുകളിൽ വളരെ ഹൃദ്യമായാണ് ഏറ്റത്. ഹർത്താൽ എന്ന് പറയുന്ന പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന അതിൽ നിന്ന് മാറി ആളുകളുടെ ഹൃദയസ്പർശിയായ ഒരു വാക്കുകൾ അവർ പ്രയോഗിച്ചതിനാൽ ഹർത്താൽ അതിനെ പിന്തുണ പ്രഖ്യാപിച്ച സംഘടനകളും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനെതിരെയോ അല്ല, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ഇവിടുത്തെ മനുഷ്യ തലമുറയുടെ ഈ തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിനോട് സഹകരിക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കടയടയ്ക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാഹനം ഓടിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും മാതൃകാപരമായ രണ്ടാമത്തെ കാര്യം, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ സ്വമേധയാ അവർ സ്വകാര്യ ബസ്സുകൾ ഓടില്ല എന്ന് തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ബസ് ഉടമകളാണെങ്കിലും അതിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളൊന്നും ഓടുന്നില്ല. അതേസമയം KSRTC ബസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഹർത്താൽ നടത്തിയാലും ജനങ്ങൾക്ക് ഒരു സൗകര്യം ഒരുക്കുക, സഞ്ചാര സൗകര്യം ഒരുക്കുക എന്നുള്ള ബാധ്യത സർക്കാരിനുള്ളതിനാൽ തന്നെ സർക്കാർ ഇപ്പോൾ KSRTC സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ കടകൾ പകുതിയിലധികം അടഞ്ഞു കിടക്കുന്നു. ഹർത്താലിന്റെ ഒരു സമാധാനപരമായ ഒരു ഹർത്താൽ, അത് വൈകുന്നേരത്തോടു കൂടി ഒരു കേരളത്തിന് ഒരു മാതൃകയായ ഒരു ഹർത്താലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഷിബു, ഓപ്പറേഷൻ വേലൂർ മക്ന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദൗത്യസംഘം ആനയ്ക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. എപ്പോൾ മയക്കുവെടി വയ്ക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് തന്നെ വേലൂർ മക്ന കൂട്ടിലാകുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ വയനാട്ടിൽ കർഷക സംഘടന ആഹ്വാനം ചെയ്ത മനസാക്ഷി ഹർത്താൽ, അതിനോട് ജനങ്ങൾ വളരെ അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നു എന്നാണ് വയനാട്ടിൽ നിന്ന് CV ഷിബു റിപ്പോർട്ട് ചെയ്യുന്നത്.